ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ സുരക്ഷാ സേന 2 തീവ്രവാദികളെ വധിച്ചു. കുപ്വാരയിലെ കേരൻ സെക്ടറിൽ ഭീകരർ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ. വിവരങ്ങളുമായി ആന്റണി ദിസ്റ്റോർ ചേരുന്നു. ആന്റണി, ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ സുരക്ഷാ സേന 2 തീവ്രവാദികളെ വധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കുപ്വാരയിലെ കേരൻ സെക്ടറിലാണ് ഇങ്ങനെ ഭീകരർ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന് സുരക്ഷാ സേനയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചത്, ഇന്റലിജൻസ് വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന ഈ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ എത്തിയ സമയത്ത് അവിടെ പരിശോധന നടത്തി. ആ പരിശോധന നടത്തുന്നതിനിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ ഈ ഭീകരർ വെടി ഉതിർക്കുകയായിരുന്നു. തുടർന്ന് സൈന്യവും തിരിച്ചടിച്ചു. ആ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ 2 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇനി അവിടെ പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 2 ഭീകരരെയാണ് ഇപ്പോൾ വധിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിലും അതുപോലെ തന്നെ ഈ നുഴഞ്ഞുകയറ്റ ശ്രമം തടയുന്നതടക്കമുള്ള നടപടികൾ ജമ്മു കാശ്മീരിൽ സൈന്യം തുടരുന്നുണ്ട്. സംയുക്ത ഓപ്പറേഷനാണ് സൈന്യം ഇക്കാര്യത്തിൽ നടത്തുന്നത്. കാശ്മീർ പോലീസും അതുപോലെ തന്നെ സൈന്യവും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനാണ് നടത്തുന്നത്. ഏതായാലും ആ ഓപ്പറേഷനിലാണ് ഇപ്പോൾ 2 ഭീകരരെ വധിച്ചിരിക്കുന്നത്. കേരൻ സെക്ടർ കുപ്വാര ജില്ലയിലാണ്, ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലാണ് ഈ കേരൻ സെക്ടർ ഉള്ളത്. ആ കേരൻ സെക്ടറിലാണ് അതിർത്തിയിലൂടെ 2 ഭീകരർ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചത്. ഇവരെ അപ്പോൾ തന്നെ സൈന്യം വധിക്കുകയും നുഴഞ്ഞുകയറ്റ ശ്രമം തടയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രദേശത്ത് ഇപ്പോഴും സൈന്യത്തിൻ്റെ പരിശോധന തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സൈന്യത്തിന് നേരെ ഈ പരിശോധന നടത്തുന്നതിനിടെ ഈ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ വെടിയുതിർത്ത ഘട്ടത്തിൽ സൈന്യവും ശക്തമായി തന്നെ തിരിച്ചടിച്ചു. ആ തിരിച്ചടിയിൽ ഇപ്പോൾ ഈ 2 ഭീകരരെയും വധിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ സുരക്ഷാ സേന 2 തീവ്രവാദികളെ വധിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ദിസ്റ്റോർജ് ആണ്.